ചിറ്റപ്പാ ചിറ്റപ്പാ അവിടെ നിക്കണിങ് വന്നേ. ചിറ്റപ്പന്റെ കാര്യം. എന്റെ ചിറ്റപ്പ ഇവിടെ റോട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സേഫ് അല്ല, അകത്തേക്ക് വാ. ഈ പോയവന്മാരെ കാണാനില്ലല്ലേ? യവന്മാര് മറ്റവന്മാരെ വായ്പ ചാടി കൊടുത്താ തോന്നുന്നുണ്ട് ചിറ്റപ്പന് അച്ഛനും കുട്ടുമാവനും കൂടെ ഒന്നും കാണാതെ പോകുന്നു. ഇതില്ല, എന്നാലും ഇവിടുന്ന് പോയവന്മാർ വല്ല പ്രശ്നമല്ലോ ഉണ്ടാക്കൂ. അതാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നെയ്യാറ്റിൻകരയിൽ അച്ഛനെയും കുടുംബക്കാരെയൊക്കെ വിളിച്ച് പറയേണ്ടി വരുമോ? പറഞ്ഞാൽ ഇവിടെ യുദ്ധം നടക്കും, യുദ്ധം. ഇനിയിപ്പോ യുദ്ധമാണല്ലോ. ഈ സാമൂഹ്യ വിരുദ്ധരുടെ മുമ്പിലേ നമ്മൾ തല കുനിക്കില്ല. എന്നാലും അവര് നമ്മളെ വിളിക്കാതെ പോയി കളഞ്ഞല്ലോ. ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോയി നോക്കായിരുന്നു. ചേട്ടാ ഒന്നാതെ ബാലുചേട്ടനും ശ്രീ ഇവിടെ ഇല്ല. അത് നമ്മൾ ഒരുമിച്ച് തന്നെ നിക്കണം ചേട്ടാ. അല്ല, അച്ഛനെ അറിയാലോ നമ്മളിവിടെ ഒറ്റയ്ക്കാന്നുള്ളത്. അതുകൊണ്ട് എന്തായാലും അധികം ദൂരത്തേക്കൊന്നും അച്ഛൻ പോകത്തില്ല. അതുപോലെ തന്നെ അവന്മാരും അധികം ദൂരത്തൊന്നും പോണ ചാൻസ് ഒന്നും ഇല്ല. സമയം കിട്ടി അവന്മാര് കയറി അറ്റാക്ക് ചെയ്യും. ആ പറഞ്ഞത് ശരിയാണ് കേട്ടാ, നമ്മൾ കരുതിയിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തരടേ അണ്ണാ, ഞാൻ പറയാൻ പോണ കാര്യം അണ്ണനോ ശ്രീയോ അറിയാൻ പാടില്ല. ചേട്ടാ കാര്യം എന്തോന്ന് പറ. നീ ഇങ്ങനെ ചൂടാവാതെ പറയുമല്ല. അണ്ണാ, ഞാൻ അവിടുന്ന് ബാസിനെ കൊണ്ട് ആട്ടോയിൽ പോയില്ലേ, ആശുപത്രിയിൽ. ആ ജംഗ്ഷൻ കഴിഞ്ഞതും നമ്മൾ ആട്ടോയിൽ മുമ്പ് ഒരു വണ്ടി കൊണ്ട് നിർത്തി. നോക്കിയപ്പോൾ ആര് 2 ഗുണ്ടകൾ. അവന്മാരിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് എന്നെ ബാസിനെ പിടിച്ച് വെളിയിടാൻ നോക്കി. ആ സമയം കൊണ്ട് കുറച്ച് ആട്ടോക്കാരും കുറച്ച് നാട്ടുകാരും കൂടെ എല്ലാം കൂടെ വന്നു. ഈ ബാസിയണ്ണൻ്റെ ഈ കിടപ്പ് കണ്ടപ്പം യവന്മാരുടെ കാര്യം മനസ്സിലായി. ഇവരെല്ലാം കൂടെ കയറി അവന്മാരെ കയറി അങ്ങ് ഉടക്കിയത് സംഗതി പന്തിയല്ല എന്ന് അറിഞ്ഞിട്ട് അവന്മാരങ്ങ് എസ്കേപ്പായി. പിന്നെ എന്ത് ചെയ്യണം? സുഖമില്ലാത്ത ഒരാളെ കൊണ്ട് ഞാൻ ആശുപത്രി പോകുമ്പോൾ അവന്മാരെ ഇറങ്ങി അടിക്കണോ? അതുമല്ല, അവന്മാരെ കയ്യിൽ മാരകായുധം വല്ലതും ഉണ്ടെങ്കിൽ. ബാലുവിന്റെ വീറുമാക്കിയൊന്നും ഇവനില്ല. അതിനൊക്കെ ബാലു ചേർക്കാൻ തന്നെ വേണം. തന്നെണ്ണ, ഞാൻ നിങ്ങളെ അനിയൻ ബാലുവിനെ പോലെ മൊട്ട ബാലുവോ ഗുണ്ടയോ ഒന്നുമല്ല. ഒരു സാധാരണ പലചരക്ക് നിർത്തുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് എൻ്റെ കുടുംബത്തിലെങ്ങാനും എവനെങ്കിലും കയറി കളിക്കാൻ വന്നാ ഞാൻ ഒരുത്തനെ വിടിയില്ല. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് നോക്കാം, നടക്ക്. ദൈവമേ, എന്ത് കഷ്ടമാണെന്ന് നോക്കണം. നിപ്പി 2 കൊണ്ട് ഒരു ഒറ്റ ഓട്ടോ ഇരുന്ന് അവന്മാരെല്ലാത്തിനും അങ്ങോട്ട് പോലീസ് പിടിച്ചെങ്ങനെയുണ്ടല്ലോ, നമുക്ക് മനസ്സമാനം കിട്ടിയാലേ. അല്ലമ്മ, അമ്മാര് 2 പേരെ പോലീസ് പിടിച്ചല്ലോ. എന്തായാലും 2 എണ്ണത്തിന് പിടിച്ചിട്ട് കാര്യമുണ്ടോ? പിടിക്കുമ്പോ തൂത്തടച്ചങ്ങ് പിടിക്കണം. പെൺകുട്ടിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുക, വീട്ടിൽ കയറി തല്ലാൻ ശ്രമിക്കുക, ഇതൊക്കെ ഭയങ്കര തെറ്റ് തന്നെയാ. അകത്തിട്ടിട്ടാണെങ്കിൽ അവിടെ കിടക്കേണ്ടി വരും, ജാമ്യം പോലും കിട്ടൂല. ഇതെന്തുപറ്റി? എന്ത് പറയാനാ? എവിടെയാടാ കയറി തട്ടിയെ? എവിടെ പോയപ്പോ എന്തോ കയറി തട്ടിയെന്ന് തോന്നുന്നു. ശ്രീകുട്ട, ഇങ്ങേര് ഷോ കാണിച്ച് പറ്റുമല്ലോ ആണോ ഇത്? അല്ലേ ചേച്ചി, പോസ്റ്റ് കണ്ട് മതി തട്ടി. എന്ത് കാര്യം ചെയ്യുമ്പോഴും 2 വട്ടം ആലോചിക്കണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. ചേച്ചി, അവന്മാരെടുത്ത് ചാടുന്നതിന് മുമ്പേ നമുക്ക് എടുത്ത് ചാടിയിട്ട് അവന്മാരെ കഴുത്തിന് കയറി പിടിക്കണം. എടുത്ത് ചാടണം, കലക്ക വെള്ളേ കുടിക്കുള്ളൂ. ഇതേ നമ്പര്. ജോയ്മോൻ എടച്ചാ അങ്ങോട്ട്. ജോയ്മോനെ, എന്താടാ? അളീനും കൂടി എന്നെ അന്വേഷിച്ച് മാർക്കറ്റിലെല്ലാം ചെന്നല്ലേ? ഞങ്ങള് ചന്തയെ വന്ന് പോയ ഓരോ നിന്നെ അടുത്ത് അവിടെ പയ്യന്മാര് പറഞ്ഞല്ലടാ. നിന്റെ പയ്യന്മാര് എൻ്റെ കണ്ണ് മുമ്പ് എന്നെ കാണാമെങ്കിൽ നിന്റെ 2 മൂട്ടിനെ ചേട്ടാ ഞാൻ അടിച്ച് മഷിയായികളായി. നീ പിന്നെ ഉരുട്ട് വണ്ടിയിലായിരിക്കും ചന്തയെ പോയിട്ട് നീ ആ കാര്യം തണ്ടണത്. അത് ഞാൻ കാണേണ്ടി വരും. ഞാൻ നിങ്ങളുടെ തലയ്ക്ക് മേലുണ്ട് ബാലണ്ണ. ഞാൻ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞിറങ്ങാം. നിങ്ങളുടെ കുടുംബത്തിന് പണി തരാതെ ഞാൻ പിടി കൊടുക്കില്ല ബാലണ്ണ. നീ എവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ വന്ന് നിനക്ക് പണി തരാൻ പറ്റും കേട്ടാ. ഞാൻ നിങ്ങളുടെ കയ്യകലകത്തുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. എന്തായാലും ഞാൻ വരാം. ശരിടാ, കാത്തിരുന്നു. അവൻ എന്തോന്ന് പറയണേ? അവൻ നമ്മുടെ കൈ അകരത്തുണ്ട്, എപ്പോൾ വേണമെങ്കിലും അവൻ ഇവിടെ പറന്നിറങ്ങുമെന്ന്. അവൻ ജാട പറയണത് അതും കേട്ടോണ്ട്. ആ ബാസേണ ആ വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കായിരിക്കും, പാവം. പുറത്തിറങ്ങാനും പറ്റില്ലല്ലോ. വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്തോ. കേശുവേ, കുറച്ച് ഇഡലി തരട്ടെ, കൊണ്ടു കൊടുക്കാവോ? കൊണ്ടു കൊടുക്കാം.